കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും വിജയവീതി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. കേരളത്തിൻ്റെ പുറത്ത് നമ്മുടെ പ്രവാസികളായ മലയാളികളെ അവരുടെ ജീവിത രീതികളെക്കുറിച്ചും അവരുടെ വ്യവസായ സ്വപ്നങ്ങളെക്കുറിച്ചും അവർ പിന്നിട്ട് വന്ന വഴികളെക്കുറിച്ച് ഉള്ളൊരു കഥയാണ് വിജയവീതി. നമ്മൾ ഒരുപാട് മലയാളികളെ, മറുനാടൻ മലയാളികളെ നമ്മൾ പരിചയപ്പെട്ടു. അവരുടെ വിജയകഥയിൽ ഒരുപാട് കണ്ണുനീരിൻ്റെ, ഒരുപാട് ആത്മാർത്ഥതയുടെ, സത്യസന്ധതയുടെ, കഠിനാധ്വാനത്തിൻ്റെ കഥയുണ്ട്. അവരുടെ വിജയഗാഥയുമായിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗോവയിലാണ്. 3.5 പതിറ്റാണ്ട് കാലങ്ങൾക്ക് മുമ്പ് കായംകുളത്തെ പുതുപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഒരുപാട് സ്വപ്നങ്ങളുമായി ഗോവയിലേക്ക് വന്ന എസ് ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വിജയത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെക്കുറിച്ച്, ഗോവയിലെ സ്വപ്നങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നു. അദ്ദേഹത്തെ അതിനു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഞാൻ ഒരു ഇൻട്രഡക്ഷനിൽ പറഞ്ഞത് 35 വർഷക്കാലത്തിന് മുമ്പ് ഗോവയിലേക്ക് വരികയാണ്. അതെ, ഈ ഗോവയിലേക്ക് വരാനുണ്ടായ, എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗോവയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഗോവയിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ജീവിത കാര്യങ്ങളെപ്പറ്റി, അതായത് നാട്ടിൽ ഒരുപാട് അന്നത്തെ കാലത്ത് കാരണം പഠിച്ചുകൊണ്ടിരുന്ന, കൂടുതലൊന്നും പഠിച്ചിട്ടില്ല, ഒരു 6ാം ക്ലാസ് വരെ പോയിട്ടേ ഉള്ളൂ. അപ്പം അന്നത്തെ അവിടുത്തെ ആ ജീവിത ബുദ്ധിമുട്ടും കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ടുമൊക്കെ വെച്ച് അങ്ങനെ ഗോവയിലേക്ക് വരണമെന്നല്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ പോലെ ഗോവ വരുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, വരാം എന്നുള്ളൊരു, കാരണം അന്നേരം നമ്മുടെ ആ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ എന്നുള്ളൊരു ജീവിച്ചു. ആ ഒരു കാരണം കൊണ്ട് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഗോവയിലേക്ക് പോകുന്നു. ഗോവയിൽ എന്ന് പറയുന്നത് ആദ്യം വരുന്നത് ഞാൻ ബംബോളിയുമാണ്.
അതായത് ഇപ്പം നമ്മുടെ മെഡിക്കൽ കോളേജ് നിൽക്കുന്ന GMC നിൽക്കുന്ന അവിടെ വന്ന് നമ്മുടെ സുഹൃത്തുമായിട്ട് കുറേ കാലം നിന്ന് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടേണ്ട സ്ഥിതി വന്നു ഇവിടെ. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് വരുന്നത്. അങ്ങനെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലുതായിട്ട് മലയാളികൾ എന്നൊക്കെ പറഞ്ഞാൽ അപൂർവ കുറവേ ഉള്ളൂ ഇവിടെ. തീർച്ചയായും ഒരുപാട് കുറവാണ്. കൊല്ലങ്ങൾക്ക് മുമ്പ് ഗോവ എന്ന് പറയുന്നത് ഒരു എനിക്ക് തോന്നുന്നു കാരണം അന്ന് കേന്ദ്രഭരണ പ്രദേശമായിരുന്നു. ശരിയാണ്. കാരണം ഗോവ ഡാം ആൻഡ് ഡ്യൂ എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഗോവ ഡാം ആൻഡ് ഡ്യൂവിനെ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ പിന്നീടാണ് ഗോവ ഒരു സ്റ്റേറ്റ് ആയിട്ട് വന്നത്. അപ്പൊ അന്നത്തെ ഗോവ എന്ന് പറഞ്ഞാൽ ഒരുപാട് വളരെ ഓർമ്മയുണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിക്കാം. ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ അന്ന് നമ്മളിവിടെ വന്ന് ആൾക്കാരുമായിട്ടൊക്കെ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ആൾക്കാരാണ്, സഹകരിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരാണ്. എനിക്ക് വന്ന് പിന്നെ എന്താ പറയുന്നത് ഭാഷയെപ്പറ്റി നമുക്ക് അറിയത്തില്ല. തീർച്ചയായും. കാരണം ഇവിടെ വേറൊരു ഭാഷ കൊങ്ങിണി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അന്ന് പിന്നെ നമ്മുടെ സാധാരണപ്പെട്ട മലയാളികളുമായിട്ടായിരുന്നു ഇടപെട്ടത്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരായിട്ട് കുറച്ച് നാൾ ഇടപെടാൻ. പിന്നെ അവിടുന്ന് പിന്നെ വന്നു പുറത്ത് കുറേ ആൾക്കാരുമായിട്ട് ഇടപെട്ട് അവിടുത്തെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനെപ്പറ്റി പറയുന്നത്, അന്നത്തെ ഒരു ഇത് മാറ്റങ്ങളാണ്. ഇന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. തീർച്ചയായും. അച്ഛൻ എന്ത് ജോലിയായിരുന്നു? അച്ഛൻ ചെത്തായിരുന്നു. പുള്ളിക്കാരൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരണമടങ്ങി. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ മദ്രാസിൽ ഇതിനു വേണ്ടി പോയി. അങ്ങനെ ഒരു ആക്സിഡൻറ്റിൽ പുള്ളിക്കാരൻ മരണപ്പെട്ട്. പിന്നെ അമ്മയാണ് എല്ലാ കാര്യങ്ങളും അമ്മയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് 2 ചേട്ടന്മാരുണ്ട്. ഒരു ചേട്ടനും ഒരു അനിയനും ഒരു പെങ്ങൾ, ഏറ്റവും ഒരു പെങ്ങൾ. വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മയായിരുന്നു എല്ലാ കാര്യങ്ങളും. ഒരു വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സമായി വന്നതും ആ മരണം തന്നെ ആയിരിക്കും. ഇല്ല, തടസ്സമായിട്ട് വന്നത് അമ്മ പഠിപ്പിക്കാനുള്ള നല്ല ഇതിലായിരുന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാം ആൺപിള്ളേരല്ലേ അന്നേരത്തെ ആ ഒരു ഇത് വെച്ച് അന്നത്തെ ആ ഒരു കാലഘട്ടവും അത് പഠിത്തത്തെ ചേട്ടച്ചാര് പഠിച്ചു. ചേട്ടച്ചാര് ഇപ്പോൾ കായംകുളം NTPC വർക്ക് ചെയ്യുന്ന ആളാണ്. അനിയച്ചാര് കുവൈറ്റിലാണ്, കുറേ കാലം കൊണ്ട് കുവൈറ്റിലാണ്. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ഗോവയിലാണ്. ഈ ഗോവയിൽ ആദ്യമായിട്ട് എത്തുമ്പോൾ എന്ത് ജോലിയായിരുന്നു? ഞാനിവിടെ വന്ന് നമ്മളെന്ന് പറഞ്ഞാൽ വലിയ പഠിപ്പും കാര്യങ്ങളൊന്നും ഉള്ള ആളല്ല. ഇവിടെ വന്ന് നമ്മൾ എന്താ പറയുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ലെവലിലോട്ട് പോകുമായിരുന്നു. ആദ്യം എനിക്ക് കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ജോബായിരുന്നു. ഇലക്ട്രിക്കലിൽ നിന്ന് പിന്നെ പെയിൻറ്റിങ്ങിൽ നിന്ന് പിന്നെ പ്ലംബിങ്. അന്ന് എന്ത് ജോലിയും ചെയ്യാനുള്ള മനസ്സോടെയായിരുന്നു. പക്ഷേ അന്നെന്ന് പറയാൻ നമുക്ക് തുച്ഛമായ ഞാനിവിടെ ഒന്ന് ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 5.5 രൂപയ്ക്കാണ് ഒരു ദിവസത്തെ കൂലി. ഈ 5.5 രൂപയ്ക്കകത്ത് താമസം, റൂം വാടക, ചെലവ് അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, അന്ന് ചായക്കൊക്കെ 5 പൈസ 10 പൈസയ്ക്കൊക്കെ ഒരു ചായ, ബ്രെഡ്. അതിവിടെ ഏറ്റവും കൂടുതൽ ബ്രെഡ് ഞങ്ങൾക്കൊക്കെ അന്നെന്ന് പറഞ്ഞാൽ ചായ, ബ്രെഡ്. പിന്നെ കുറച്ച് മലയാളികളൊക്കെ കൂടി താമസിക്കുക, അന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ വെച്ച് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നുള്ള ഒരു പരിപാടിയായിരുന്നു.